Good morning. Welcome back to our class. ഇന്ന് നമ്മൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 1 എന്താണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം, അതിൻ്റെ റോൾ എന്തായിരുന്നു, എക്കണോമിക് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലൂടെ സംഭവിക്കുന്നത്, അതിന് സഹായിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഏതൊക്കെയാണ്, RBI SBI പോലത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ബാങ്കുകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഇനി പാർട്ട് 2 എന്താണ് സ്ട്രക്ചർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഏതൊക്കെയാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സ്ട്രക്ചർ, എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് അവർ സഹായിക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ വീക്ക്നെസ് ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. ഇതിൽ നമ്മൾ ഇന്ന് പാർട്ട് 2 കാര്യമായി ചർച്ച ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പം ബാങ്കുകൾ മാത്രമല്ല, ഇന്ത്യയിലെ ഫിനാൻഷ്യൽ സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന മറ്റു സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ റോളുകൾ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെയാണ് ആ സ്ഥാപനങ്ങൾ എന്നുള്ളതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അതിലാദ്യം സ്ട്രക്ചർ ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളുണ്ട്, മ്യൂച്വൽ ഫണ്ട്, ഓൺലൈൻ ട്രേഡിംഗ്. ഈ 4 സംവിധാനമാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മെയിനായിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ ഉള്ളത്. അതിലാദ്യം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയെന്ന് നോക്കാം. അതായത് ഇത് ബാങ്കുകളല്ല നമ്മൾ പറയുന്നത്, ബാങ്കുകൾക്ക് പുറമേയുള്ള ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളാണ്. ഓക്കെ, അതിൽ ആദ്യമായിട്ട് ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ തന്നെ നമ്മൾ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, സ്റ്റേറ്റ് ലെവൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സംഗതികൾക്കൊക്കെ സഹായിക്കുന്ന സ്ഥാപനങ്ങൾ. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിൽ സ്റ്റേറ്റ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് തന്നെ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് എന്നും പറയുന്നുണ്ട്, സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻസ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമുക്ക് പഠിക്കാനുള്ള 2 ഒന്ന് ECGC, അതായത് എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, മറ്റൊന്ന് DICGC, ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻസ്. അപ്പോൾ നമുക്ക് 1 by 1 എന്തൊക്കെയാണ് ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പറയാനുള്ളതെന്ന് നോക്കാം. ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്നത് ഒന്ന് ഓൾ ഇന്ത്യ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ആണ്. ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്കുകളല്ല, ഇൻഡസ്ട്രിയൽ ബാങ്കുകളാണ്. ഓക്കെ, അതായത് നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്കിനെ കുറിച്ച് ഇതിൽ ചർച്ച ചെയ്യുന്നേയില്ല. ഇതിൽ പ്യുവർലി ഡെവലപ്മെൻറ്റുമായിട്ട് ഓരോ മേഖലയിലും ഡെവലപ്മെൻറ്റിനുള്ള സ്ഥാപനങ്ങളെക്കുറിച്ചാണ് നമ്മളിതിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യം പറയുന്നത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ആദ്യം വരുന്നത് ഓൾ ഇന്ത്യ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ആണ്. ഓൾ ഇന്ത്യ ഡെവലപ്മെൻറ്റ് ബാങ്ക്സിൽ എന്ന് പറഞ്ഞാൽ ICICI, നമ്മൾ കഴിഞ്ഞ പാർട്ട് 1 ചർച്ച ചെയ്ത ഒരു സ്ഥാപനമാണ് ICICI എന്നുള്ളത്. അതുപോലെ തന്നെ IDBIയും SIDBിയും, ഇത് 3ഉം നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ചർച്ച ചെയ്തതാണ്. എന്താണ് ICICI, ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, എന്താണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, എന്താണ് സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളത്. അതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് പാർട്ട് 1 വീഡിയോ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് IFCI, ആദ്യത്തെ ഓൾ ഇന്ത്യ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ വരുന്ന ഒരു സ്ഥാപനമാണ് IFCI, അതായത് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്താണ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി ഇൻ ദ പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടറിലെ ഒരു നോൺ ബാങ്കിങ്, അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിങ് പർപ്പസ് അല്ലാത്ത ഒരു സ്ഥാപനമാണ് IFCI എന്ന് പറയുന്നത്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1948 ജൂലൈ 1 ഓക്കെ, എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1 ജൂലൈ 1948. ഇവരുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്, IFCIയുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഗ്രാൻഡിങ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു ഇൻഡസ്ട്രിയൽസ്, അതായത് വലിയ വലിയ ഇൻഡസ്ട്രികൾക്ക് ലോണുകളും അഡ്വാൻസുകളും പ്രൊവൈഡ് ചെയ്യലാണ് IFCIയുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്രാൻഡിങ് ഓഫ് ലോൺസ് ബോത്ത് ഇൻ റുപ്പീസ് ആൻഡ് ഫോറിൻ കറൻസി, അതായത് ഇന്ത്യൻ റുപ്പിയിലും ലോൺ ഗ്രാൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഫോറിൻ കറൻസിയിലാണ് ലോൺ വേണ്ടതെങ്കിൽ അതും IFCI എന്ത് ചെയ്യും, അറേഞ്ച് ചെയ്ത് തരും. അതുപോലെ തന്നെ
കോർപ്പറേഷൻ അണ്ടർറൈറ്റ് ഇഷ്യൂ ഓഫ് സ്റ്റോക്സ്, ബോണ്ട്സ്, ഷെയർസ്. അതായത് കറൻസി മാത്രമല്ല, എന്തുണ്ട്, പിന്നെ കോർപ്പറേറ്റുകൾക്ക് സ്റ്റോക്ക്, ബോണ്ട്, ഷെയർസിലൊക്കെ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റൽ റേസ് ചെയ്യുകയും അതിനുള്ള പേയ്മെൻറ്റ് ഗ്യാരണ്ടി, അതായത് ലോസ് വന്നാലുള്ള പേയ്മെൻറ്റ് ഗ്യാരണ്ടിയൊക്കെ ഉറപ്പ് വരുത്താൻ ആര് സഹായിക്കും? IFCI സഹായിക്കുന്നുണ്ട്. അതായത് കോർപ്പറേഷൻ അണ്ടർറൈറ്റ് ഇഷ്യൂ ഓഫ് സ്റ്റോക്സ്, ബോണ്ട്സ്, ഷെയർസ് എക്സെട്ര ആൻഡ് റൈസ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റൽ. ഓക്കെ, അതാണ് IFCI എന്ന് പറയുന്നത്. അത് ലാസ്റ്റ് പറയുന്നത് ഇത് തുടങ്ങുമ്പം ഒരു പബ്ലിക് സെക്ടർ കമ്പനി ആയിട്ടാണ് 1948 തുടങ്ങിയതെങ്കിൽ ഇന്ന് കറൻ്റ്ലി അതെന്താണ്, ഒരു കമ്പനിയായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പബ്ലിക് സെക്ടർ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് തുടങ്ങിയ സ്ഥാപനം പിന്നീട് എന്തായി, BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും എന്താണ് ലിസ്റ്റ് ചെയ്തൊരു കമ്പനി ആയിട്ടാണ് ഇപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതാണ് IFCI എന്ന് പറയുന്നത്. പിന്നെ അതിൽ പറയുന്ന ഒന്ന് ICICI ആണ്. ICICI നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ്, എന്നാലും അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാം. ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇവരെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1955 അതായത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണ് ICICI ആദ്യമായിട്ട് 1955 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു അസിസ്റ്റ് ആൻഡ് പ്രൊമോട്ട് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ കൺസേൺസ്. അതായത് അന്നത്തെ കാലത്ത് 1955 പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽസിൻ്റെ സാമ്പത്തികമായിട്ട് സഹായിക്കാനും അവരെ പ്രൊമോട്ട് ചെയ്യാനുമുള്ള ഒരു സ്ഥാപനമായിട്ടാണ് ICICI എസ്റ്റാബ്ലിഷ് ചെയ്തത്. മൂന്നാമത്തത് IDBI ആണ്. IDBI എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പഠിച്ചതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചർച്ച ചെയ്തതാണ്. എന്നാലും പറയാം, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1964. 1964 IDBI എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. IDBI എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റ് ഫിനാൻസിങ് ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതായത് ഭരണാവകാശമുള്ള ഒരു വലിയ വലിയ പ്രോജക്റ്റുകൾക്ക് ഫണ്ടിങ് ഇഷ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ഫിനാൻസ് സഹായിക്കുന്ന ഒരു ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് IDBI എന്ന് പറയുന്നത്. ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അസിസ്റ്റ് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് കൺട്രി. അതായത് 1964 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഇൻഡസ്ട്രിയലൈസേഷനിലേക്ക് കടന്നപ്പോൾ ഏറ്റവും കൂടുതലും പെട്ടെന്ന് ഇൻഡസ്ട്രിയലൈസേഷൻ സംഭവിക്കാൻ വേണ്ടി അന്നത്തെ ഇൻഡസ്ട്രികൾക്ക് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യലാണ് IDBIയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയും. ഇന്നും ഇൻഡസ്ട്രിയലൈസേഷനിൽ അർബൻ ഏരിയകളിലും മറ്റു ഐഡൻറ്റിഫൈഡ് ഏരിയകളിലൊക്കെ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്ന ഒരു സ്ഥാപനമാണ് IDBI എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോർഡിനേറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ആൻഡ് അസിസ്റ്റിംഗ് ഗ്രോത്ത് ഓഫ് ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻഗേജ്ഡ് ഇൻ ഫിനാൻസിങ് ഇൻഡസ്ട്രീസ്. അതായത് IDBIയുടെ മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഫൈനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഏർപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളുടെ ഗ്രോത്തും അതുപോലെ തന്നെ അവരുടെ എല്ലാ ആക്ടിവിറ്റീസിനും കോർഡിനേറ്റ് ചെയ്യുകയും അതിന് വേണ്ട അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യലാണ് IDBIയുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് SIDBI ആണ്. അതായത് സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തതാണ്, എന്നാലും പറയാം. ഇറ്റ് വാസ് സെറ്റപ്പ് ഓൺ 2 April 1990. 1990 ഏപ്രിൽ 2 SIDBI സ്ഥാപിതമായത്. SIDBI ശരിക്കെന്ന് പറയുന്നത് IDBIയുടെ ഒരു സിസ്റ്റർ കൺസേൺ ആണ്. ഓക്കെ, IDBI എന്ന സ്ഥാപനത്തിൻ്റെ ഒരു സിസ്റ്റർ കൺസേൺ ആണ് ശരിക്ക് SIDBI. SIDBIയെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യുന്നത് IDBI ആണ്. SIDBI വരാനുള്ള ഒരു കാരണം പാർലമെൻറ്റിൻ്റെ ഒരു പ്രത്യേക താല്പര്യ ആക്ട് പ്രകാരം സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ് SIDBI എന്ന് പറയുന്നത്. ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റീഫിനാൻസിങ് ആണ്. അതായത് നാഷണൽ ഇക്വിറ്റി ഫണ്ട് സ്കീം പ്രകാരം ഓട്ടോമാറ്റിക് റീഫിനാൻസിങ് സ്കീം, അതുപോലെ തന്നെ സിംഗിൾ വിൻഡോ സ്കീം, ഈ 3 സ്കീമുകളാണ് SIDBI പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നാഷണൽ ഇക്വിറ്റി ഫണ്ട് സ്കീം എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് റീഫിനാൻസിങ് സ്കീം. അതായത് റീഫിനാൻസിങ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലോ അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് റിവൈസ് ചെയ്യുന്ന സമയത്ത്, അതായത് പേയ്മെൻറ്റ് ഷെഡ്യൂളുകളോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ കഴിഞ്ഞ പ്രീവിയസ് ക്രെഡിറ്റ് അഗ്രിമെൻറ്റിൻ്റെയൊക്കെ ബേസ് ചെയ്തിട്ട് ഈ ഇൻട്രസ്റ്റ് റേറ്റുകളും മറ്റും പേയ്മെൻറ്റ് ഷെഡ്യൂളുകളൊക്കെ റിവൈസ് ചെയ്യുന്ന ഒരു സ്കീമാണ്
റീഫിനാൻസിങ് എന്ന് പറയുന്നത്. ഒട്ടുമിക്ക വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ വലിയ വലിയ കമ്പനികൾക്ക് എന്ത് ചെയ്യാറുണ്ട്, ഈ റീഫിനാൻസിങ് സ്കീമുകൾ കൊടുക്കാറുണ്ട്. കൃത്യമായി പേയ്മെൻറ്റ് അടച്ചു വരുന്ന സമയത്ത് പിന്നെ എന്താ പറയുക, ആ കമ്പനികൾക്ക് വേണ്ട ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ ഈ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, റിവൈസ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ റീഫിനാൻസിങ് എന്ന് പറയുന്നത് ഒരു സ്കീമാണ്. ഓക്കെ, ഇതാണ് സിഡ്ബിയുടെ ഫങ്ഷൻസ് അല്ലെങ്കിൽ സിഡ്ബിയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാത്തൊരു സംഗതിയാണ് IIBI. IIBI എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് IIBI എന്ന് പറയുന്നത്. ഇത് 1971 തുടങ്ങി. അതായത് ഒരു ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് 1971 തുടങ്ങുന്നത്. അതായത് ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 1971 തുടങ്ങുന്നത്. പക്ഷേ ഇത് എന്താണ്, നോൺ പെർഫോമിംഗ് അസറ്റിൻ്റെ മുകളിലുള്ള സ്ഥാപനമായതുകൊണ്ട്, അതായത് ഇതിന് കീഴിൽ വന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ലിസ്റ്റ് ചെയ്ത സ്ഥാപനങ്ങളൊക്കെ നോൺ പെർഫോമൻസ് കാറ്റഗറിയിൽ വന്നുകൊണ്ട് തന്നെ 2012 ബഡ്ജറ്റിൽ എന്തായി, ഈ IIBI ക്ലോസ് ചെയ്യാനുള്ള ഉത്തരവ് ഗവൺമെൻറ് പുറപ്പെടുവിച്ചു. അങ്ങനെ 2011 ഒരു കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്ത് 2012 എന്ത് ചെയ്തു, ഈ സ്ഥാപനത്തെ ക്ലോസ് ചെയ്തു. ഇതിന് ശരിക്കും ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു റീഹാബിലിറ്റേറ്റിംഗ് സിക്ക് ഇൻഡസ്ട്രിയൽ കമ്പനീസ് ഇൻ ഇന്ത്യ. അതായത് നമ്മുടെ രാജ്യത്തെ സിക്ക് ഇൻഡസ്ട്രീസ്, അതായത് പെർഫോമൻസ് കുറഞ്ഞ, പല കാരണങ്ങൾ കൊണ്ട് തീരെ പെർഫോമൻസ് കാഴ്ചവെക്കാത്ത സ്ഥാപനങ്ങളാണ് സിക്ക് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ആ സിക്ക് ഇൻഡസ്ട്രീസിൻ്റെ റീഹാബിലിറ്റേഷൻ, അവരെ ഒന്ന് പുനരുദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ IIBI കൊണ്ടുവന്നത്. അതായത് 1971 ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ കമ്പനി ഓഫ് ഇന്ത്യ എന്ന പേരിൽ തുടങ്ങി 1997 മാർച്ചിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് IIBI ലിമിറ്റഡ് ആയിട്ട് മാറുന്നത്. അതായത് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയായിട്ട് 1997 മാർച്ചിലാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് IIBI കുറിച്ച് പറയാനുള്ളത്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതായത് ചില പ്രത്യേക മേഖലകളിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും അവർ അസിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. അതിൽ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് എക്സിം ബാങ്കാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തതാണ്. എക്സിം ബാങ്ക്, അതായത് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്നാലും ഒന്നുകൂടി പറയാം. എക്സിം ബാങ്ക് സെറ്റപ്പ് ചെയ്യുന്നത് 1982 ജാനുവരിയിലാണ് സെറ്റപ്പ് ചെയ്യുന്നത്. അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അസിസ്റ്റിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് ആർ എൻഗേജ്ഡ് ഇൻ ഫോറിൻ ട്രേഡ് ഇൻ ഇന്ത്യ. നമ്മൾ ഇന്ത്യയിലെ ഫോറിൻ ട്രേഡ് നടത്തുന്ന അല്ലെങ്കിൽ ഫോറിൻ മാർക്കറ്റിൽ ട്രേഡ്സ് നടത്തുന്ന ഇന്ത്യൻ കമ്പനികളെ സഹായിക്കുക, അവരുടെ അങ്ങനത്തെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ ഡെവലപ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുകയും അവരെ അസിസ്റ്റ് ചെയ്യുകയും ചെയ്യലാണ് എക്സിം ബാങ്കിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാത്തൊരു സംഗതിയാണ് IVCF. IVCF എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടാണ്. ഇൻഡസ്ട്രിയൽ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത് അതായത് ഇന്ത്യയിലെ എൻ്റർപ്രണർഷിപ്പ് ബേസ് ഉള്ള കമ്പനികളെ കൂടുതൽ ഉണ്ടാക്കുക. ഇന്ത്യയിൽ എൻ്റർപ്രണർഷിപ്പ് ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് IVCF വരുന്നത്. ഈ IVCF എന്ന് പറയുന്നത് റിസ്ക് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യലാണ് IVCFൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് ജനറേഷൻ എൻ്റർപ്രണേഴ്സിൽപ്പെട്ട എൻ്റർപ്രണേഴ്സിന് റിസ്ക് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യലാണ് IVCFൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. അതായത് കൂടുതൽ പുതിയതായി എൻ്റർപ്രണർഷിപ്പ് ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരെ ഇന്ത്യയിൽ ബേസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനം എന്ത് ചെയ്യുന്നത്, ഫണ്ട് പ്രൊവൈഡ് റിസ്ക് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ സെറ്റിംഗ് അപ്പ് പ്രോജക്ട്സ് കൊമേഴ്ഷ്യലൈസ്ഡ് ഓഫ് ഇൻഡിജീനിയസ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ടെക്നോളജികൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസും അതുപോലെ തന്നെ അവരുടെ പ്രൊജക്റ്റ് സെറ്റപ്പ് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യലാണ് IVCFൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് രണ്ട് ഒബ്ജക്റ്റീവ്സാണ്. ഒന്ന്, ഇന്ത്യയിലെ എൻ്റർപ്രണർഷിപ്പ് ബേസ് ഉണ്ടാക്കാൻ അതിന് വേണ്ട ഫണ്ട്, അതായത് ഫസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ ആരാണോ ആദ്യമായിട്ട് ബിസിനസ് തുടങ്ങുന്നത് അവരാണ് ഫസ്റ്റ് ജനറേഷൻ എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് ഇപ്പോൾ റിലയൻസ് ആണെങ്കിൽ
റിലയൻസിൽ ധീരുഭായ് അംബാനിയാണ് ഫസ്റ്റ് ജനറേഷൻ എൻ്റർപ്രണർ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കിയതും വളർത്തിക്കൊണ്ടുവന്നതും. പിന്നീട് മക്കളത് ഏറ്റെടുത്തു. അപ്പോൾ അവർ സെക്കൻഡ് ജനറേഷൻ എൻ്റർപ്രണേഴ്സാണ്. ഇപ്പോൾ ഫസ്റ്റ് ജനറേഷൻ എൻ്റർപ്രണർ എന്ന് പറയുന്നത് ആദ്യമായിട്ട് ആരാണോ ഒരു ഫാമിലിയിൽ ബിസിനസ് തുടങ്ങുന്നത് അങ്ങനത്തെ ആൾക്കാരെ റിസ്ക് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്ത് അവരെ ഇന്ത്യയിൽ എൻ്റർപ്രണർഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, അതായത് തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ടെക്നോളജികൾക്ക് അവരെ കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് ആ പ്രോജക്ട്സ് സെറ്റപ്പ് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കലാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത സ്ഥാപനം ICICI വെഞ്ചറാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. ICICI നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. അത് തന്നെയാണ് ICICI വെഞ്ചർ എന്ന് പറയുന്നത്. ICICI വെഞ്ചർ എന്ന് പറയുന്നത് സാധാ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് പുറമെ ഇങ്ങനത്തെ വെഞ്ചർ ക്യാപിറ്റലുകൾക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ICICI വെഞ്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് TFCI, നമ്മൾ കേൾക്കാത്തൊരു വാക്കാണ് TFCI, അതായത് ടൂറിസം ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ അതിൽ തന്നെ മനസ്സിലാവും, ആ പേര് തന്നെ ഉണ്ട്, എന്ത് ടൂറിസം മേഖലയിൽ കൂടുതലായിട്ട് ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാനുള്ള ഒരു സ്ഥാപനമാണ് ഏത് TFCI എന്ന് പറയുന്നത്, ടൂറിസം ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇത് 1988 പ്ലാനിംഗ് കമ്മീഷൻ പ്രകാരം രൂപം കൊടുത്ത ഒരു സ്ഥാപനമാണ് TFCI. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ദ കൺട്രി, രാജ്യത്തെ ടൂറിസം ഇൻഡസ്ട്രീസ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്തിനെ സഹായിക്കലാണ് TFCIയുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രൊവൈഡിങ് ക്രെഡിറ്റ് ഓൺ ലോങ് ടേം ബേസിസ് ടു ടൂറിസം ഡെവലപ്ഡ് പ്രോജക്ട്സ്. ടൂറിസം റിലേറ്റഡ് പ്രോജക്ട്സിന് എന്താണ് ലോങ് ടേം ക്രെഡിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക. ലോങ് ടേം ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ കുറേ കാലം ഡെവലപ്പ് ചെയ്ത് അതിൽ നിന്നും ഫണ്ട് ഇന്ത്യയിലെ ടൂറിസം ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് TFCI എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് മാത്രമല്ല, ലോങ് ടേം ക്രെഡിറ്റ് കൊടുക്കുക മാത്രമല്ല, മറിച്ച് ജനറേറ്റിംഗ് ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അതുവഴി എന്താണ്, ഇങ്ങനെ ടൂറിസം ഡെവലപ്മെൻറ്റിന് ഫണ്ട് കൊടുക്കുകയും അതുവഴി ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യലും TFCIയുടെ ഒരു ഒബ്ജക്റ്റീവാണ്. ഓക്കെ, നെക്സ്റ്റ് പിന്നെ അതിൽ ലാസ്റ്റായിട്ട് നമുക്ക് പറയാനുള്ളത് IDFC ആണ്. കേൾക്കാത്തൊരു വാക്കാണ് IDFC, ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ, അല്ലെങ്കിൽ ഫിനാൻസ് കമ്പനി, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കമ്പനി എന്ന് പറയുന്നത്. ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ഫിനാൻസ് ആൻഡ് അഡ്വൈസറി സർവീസസ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്. അതായത് ഇങ്ങനെ വലിയ വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിൽ ബേസ് ചെയ്തിട്ടുള്ള കമ്പനികൾക്ക് ഫിനാൻസും അതുപോലെ തന്നെ അഡ്വൈസറി സർവീസസും, അതിന് വേണ്ട എന്തെങ്കിലും അഡ്വൈസറി വേണമെങ്കിൽ അതും ഇവരെന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫണ്ട് മാത്രമല്ല, അതിന് കൂടെ അഡ്വൈസും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് 3 കാറ്റഗറി ആൾക്കാർക്കാണ്. ഒന്ന് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ചെയ്യുന്ന ആൾക്കാർക്ക്, അതുപോലെ തന്നെ അസറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്. ഈ 3 മേഖലയിലും ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കൂടെ തന്നെ അഡ്വൈസറി സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാറ്റഗറിയായി നമ്മൾ പഠിച്ചത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് അതിൽ LIC നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഇതിൽ പറഞ്ഞതാണ്. പിന്നെ നമ്മൾ കേൾക്കാത്തൊരു വാക്ക് UTI ആണ്. UTI ശരിക്ക് ഒരു ഫിനാൻസ് സ്ഥാപനമാണ്. UTI എന്ന് പറയുന്നത് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1976 1976 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മൊബിലൈസിങ് സേവിങ്സ് ഓഫ് സ്മോൾ ആൻഡ് മീഡിയം ഇൻകം ഗ്രൂപ്പ്സ്, അതായത് രാജ്യത്തെ ചെറുതും ഒരു ഇടത്തരവുമായിട്ടുള്ള സ്മോൾ ആൻഡ് മീഡിയം ഗ്രൂപ്പ് ആൾക്കാരുടെ, അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരുടെ സേവിങ്സ് എന്ത് ചെയ്യുക, മൊബിലൈസ് ചെയ്യുക. ആൻഡ് ചാനലൈസിങ് ദം ഇൻ ടു പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് നമ്മൾ LIC പറയുന്ന പോലെ തന്നെ LICയിൽ ഈ പറഞ്ഞ മാതിരി സേവിങ്സ് എന്താണ്, ഏതെങ്കിലും നല്ലൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ കൊണ്ടുപോയിട്ട് ചാനലൈസ് ചെയ്യലാണ് അവരുടെ ഒബ്ജക്റ്റീവ്. ഈ UTIയും അതുപോലെ തന്നെയാണ്. മൊബിലൈസിങ് സേവിങ്സ് ഓഫ് സ്മോൾ ആൻഡ് മീഡിയം ഇൻകം ഗ്രൂപ്പ്സ്, സ്മോൾ ആൻഡ് മീഡിയം വരുമാനമുള്ള ഗ്രൂപ്പുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ചിലവ് കഴിഞ്ഞിട്ടുള്ള ബാക്കി എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യുക, ഏതെങ്കിലും പ്രൊഡക്റ്റീവ് പർപ്പസിന് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അതാണ് UTI എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ UTIയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഓൾഡസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് മ്യൂച്വൽ ഫണ്ട് ഇൻ ഇന്ത്യ. മീൻസ് മ്യൂച്വൽ ഫണ്ട് സർവീസാണ്. ഓക്കെ, അപ്പോൾ എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നുള്ളത് നമ്മൾ അതിൻ്റെ പിന്നിൽ പറയുന്നുണ്ട്. പിന്നെ അതിൽ പറയുന്ന വേറൊരു സംഗതിയാണ് LIC. LIC നമ്മൾ പിന്നെ
ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻസ് നമ്മൾ കഴിഞ്ഞ ഇതിൽ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ LICയിൽ ഏകദേശം 245 ആ സമയത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന 245 ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ കൂടി ചേർന്നുണ്ടായതാണ് LIC. ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ തരത്തിലുള്ള ആൾക്കാരുടെയും, സ്മോൾ ആൻഡ് മീഡിയം മാത്രമല്ല ലാർജ് സൈസ്ഡ് ആൾക്കാരുടെയൊക്കെ ഇൻകം, അതായത് സേവിങ്സ് എന്ത് ചെയ്യാണ്, ഇതുപോലെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യലാണ് LICയുടെയും ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. GIC എന്ന് പറയുന്നത് ഗ്യാരണ്ടീഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്. ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്, നമ്മുടെയൊക്കെ സേവിങ്സ്, അതായത് രാജ്യത്തെ ആൾക്കാരുടെ സേവിങ്സുകൾ, അതായത് വലിയ ആൾക്കാർ സേവിങ്സ്, വലിയ എമൗണ്ടുകളൊക്കെ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക, അത് ചാനലൈസ് ചെയ്യുക, നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിൽ കൊണ്ടുപോയിട്ട് ചാനലൈസ് ചെയ്യലാണ് GICയുടെയും പറയുന്നത്. പിന്നെ നാലാമത്തെ കാറ്റഗറി പറയുന്നത് റീഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, റീഫിനാൻസ് എന്ന് പറഞ്ഞാൽ വലിയ സ്ഥാപനങ്ങൾക്ക്, പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പോലത്തെ സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് റേറ്റ്, പിന്നെ അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഷെഡ്യൂളുകളൊക്കെ എന്താണ് റിവൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റീഫിനാൻസിങ് എന്ന് പറയുന്നത്. അങ്ങനത്തെ സ്ഥാപനങ്ങളാണ് ഒന്ന് നബാർഡും പിന്നെ NHB. NHB നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തതാണ്. നബാർഡ് എന്ന് പറയുന്നത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ NHB എന്ന് പറയുന്നത് നാഷണൽ ഹൗസിംഗ് ബാങ്ക്. ഇത് രണ്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. ഇത് പ്യുവർലി എന്താണ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്സിന് മാത്രം, അതായത് അത് ഹൗസിംഗ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഡസ്ട്രികളുടെ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്സ് ആവാം, അതുപോലെ തന്നെ അഗ്രികൾച്ചറിൽ റൂറൽ ഏരിയാസിൽ, അതായത് ഐഡൻറ്റിഫൈഡ് റൂറൽ ഏരിയാസിലുള്ള ബാക്ക്വേർഡ് ഏരിയകളായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളെ ഡെവലപ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സിന് ഫിനാൻസ് കൊടുക്കുന്ന ടീമാണ് ഇത് നബാർഡ് എന്ന് പറയുന്നത്. NHB എന്ന് പറഞ്ഞാൽ നാഷണൽ ഹൗസിംഗ് ബാങ്കാണ്. എല്ലാവർക്കും ഏത് ഏരിയകളിലാണെങ്കിലും, അതായത് റൂറൽ ഏരിയകളിലാണ് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുന്നത്, അങ്ങനത്തെ ഏരിയകളിൽ ഹൗസിംഗ് പർപ്പസിന് വേണ്ടി ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് NHB. ഈ രണ്ട് സ്ഥാപനങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഓക്കെ, ഈ രണ്ട് സ്ഥാപനങ്ങളാണ് റീഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന് പുറമെ നമ്മൾ പറഞ്ഞ വേറൊരു സ്ഥാപനമാണ് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻസ്, അതുപോലെ തന്നെ ECGC ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പെട്ട ECGC ആൻഡ് DICGC. അതായത് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് എന്ന് പറയുന്നത് SFC, എല്ലാ ജില്ലകളിലും ആസ്ഥാനമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് SFC, സ്റ്റേറ്റ് ഫിനാൻസിങ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അവരെ മെയിൻ പരിപാടി സർവീസ് ഇൻഡസ്ട്രികളിൽ കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്സിന്, ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്സിന് ഫണ്ട് കൊടുക്കുക എന്നുള്ളതാണ് SFCs. പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകൾ, SIDBI പോലത്തെ സ്ഥാപനങ്ങൾ, അതും ഈ പറഞ്ഞ മാതിരി എന്താണ്, ഓരോ ഡിസ്ട്രിക്ട് വൈസിൽ പിന്നെ എൻ്റർപ്രണർഷിപ്പിനെ പ്രൊമോട്ട് ചെയ്യാനും, പിന്നെ അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിന് ഡെവലപ്മെൻറ്റ്സിന് ഫിനാൻസ് കൊടുക്കുന്നതും ഒക്കെയാണ് ഈ സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻസ് ആണ്. പിന്നെ അതിൽ പറയേണ്ട രണ്ട് സ്ഥാപനങ്ങളാണ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്ന ECGC എന്ന് പറയുന്നത് എക്സ്പോർട്ട് ക്രെഡിറ്റ് ആൻഡ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, നമ്മൾ ആദ്യം പറഞ്ഞതാണ്. രണ്ടാമത് DICGC ആണ്, ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻസ്. ഈ രണ്ട് സ്ഥാപനങ്ങളും ഈ പറഞ്ഞ മാതിരി എന്താണ്, എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, നമ്മുടെ നാട്ടിൽ നിന്ന് എക്സ്പോർട്ടിന് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. കാരണം എക്സ്പോർട്ടിന് പ്രൊമോട്ട് ചെയ്യാനുള്ള കാരണം, എത്രത്തോളം എക്സ്പോർട്ട് സർവീസസ് ഇവിടുന്ന് കൂടുന്നോ അത്രത്തോളം ഇൻകം നമ്മുടെ രാജ്യത്തേക്ക് വരും. ഇമ്പോർട്ടിനെ കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാത്തൊരു രാജ്യമാണ് ഇന്ത്യ. കാരണം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും, പിന്നെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കറൻസി നമ്മുടെ നാട്ടിൽ നിന്ന് എവിടെ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് അങ്ങോട്ടേക്ക് പോകും. അപ്പം നമുക്കെന്താണ്, പ്രോഡക്റ്റ് മാത്രമേ കിട്ടുള്ളൂ, നമുക്ക് റവന്യൂ വരുന്നില്ല. നേരെ മറിച്ച് എക്സ്പോർട്ടിനെ ഇത്രയും പ്രൊമോട്ട് ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് സാധനം അങ്ങോട്ട് പോകുമ്പോൾ അവിടുന്ന് ക്യാഷ് ഇങ്ങോട്ട് വരും. അപ്പം നമ്മുടെ രാജ്യത്തേക്ക് ഫണ്ട് ഫ്ലോ കൂടും. മറ്റേത് ഇമ്പോർട്ട് ആകുമ്പോൾ ഫണ്ട് ഫ്ലോ അങ്ങോട്ടായിരിക്കും, ഔട്ട്ഫ്ലോ ആയിരിക്കും, ഇൻഫ്ലോ അല്ല ഔട്ട്ഫ്ലോ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ രണ്ട് സ്ഥാപനങ്ങളെ പ്രത്യേകമായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ ഇത്രയും സ്ഥാപനങ്ങളാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ട്രക്ചറിൽ നമ്മൾ പഠിക്കാനുള്ളത്. ഇതിൽ പുറമേ പറയുന്നത് ഈ റീഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നൊക്കെ പറയുന്നത് ലാസ്റ്റ് 3 decades, അതായത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലങ്ങൾ അല്ലെങ്കിൽ 3 കാലഘട്ടങ്ങളിൽ specialized financial institutions and refinancing institutions provide depth to the financial
ഇൻ്റർമീഡിയേഷൻ ഔട്ട്സൈഡ് ബാങ്കിങ് സെക്ടർ. അതായത് കഴിഞ്ഞ 30 വർഷം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഒരു 30 നൂറ്റാണ്ടായിട്ടാണെന്ത് ഏറ്റവും കൂടുതൽ പിന്നെ റീഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പിന്നെ ഈ ബാങ്കിങ് സെക്ടർ അല്ലാത്ത സ്ഥാപനങ്ങൾക്ക് റീഫിനാൻസിങ് കൊടുക്കാൻ തുടങ്ങുന്നത്. മനസ്സിലായില്ലേ? അതാണ് സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് റീഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ഡെപ്ത്. അത് കഴിഞ്ഞ 3 ഡീക്കേഡ്സ് ആയിട്ടാണെന്ത് ഈ 2 കാറ്റഗറിയിൽപ്പെട്ട സ്ഥാപനങ്ങളും ബാങ്കിങ് സെക്ടറിന് പുറമെ കൂടുതൽ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയൻസിലേക്ക് വരുന്നത്. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ലിബറലൈസേഷൻ. മാർക്കറ്റ് ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ പിന്നെന്താ പറയുക സൗകര്യങ്ങൾ ഒരുക്കാൻ ഈ സ്ഥാപനങ്ങൾ എന്ത് ചെയ്തു സഹായിച്ചു. അതായത് ഫിനാൻഷ്യൽ മാർക്കറ്റ് ലിബറലൈസേഷന് കൂടുതൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനും അതായത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് എക്സിസ്റ്റിംഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് ഡൈവേഴ്സിഫൈഡ് ഇൻ ടു സെവറൽ ന്യൂ ആക്ടിവിറ്റീസ്. നിലവിലുള്ള സ്ഥാപനങ്ങളൊക്കെ എന്ത് ചെയ്തു പുതിയ മേഖലകളിലേക്ക് പുതിയ ആക്ടിവിറ്റീസിലേക്ക് എന്ത് ചെയ്തു തിരിയാൻ തുടങ്ങി. സച്ച് ആസ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്, ഇൻഫ്രാസ്ട്രക്ചർ റീഫിനാൻസിങ്, പ്രൊവൈഡിങ് ഗ്യാരണ്ടി ഫോർ ഡൊമസ്റ്റിക് ആൻഡ് ഓഫ്ഷോർ ലെൻഡിങ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്. അതായത് എങ്ങനത്തെ ആക്ടിവിറ്റീസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് ഏറ്റവും കൂടുതലുള്ളതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്, ഇൻഫ്രാസ്ട്രക്ചർ റീഫിനാൻസിങ് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഇങ്ങനത്തെ വലിയ സ്ഥാപനങ്ങൾക്കൊക്കെ പിന്നെ റീഫിനാൻസ് ഇൻട്രസ്റ്റ് റേറ്റും പേയ്മെൻറ്റ് ഷെഡ്യൂളിലൊക്കെ എന്ത് ചെയ്യുക റിവൈസ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഗ്യാരണ്ടി ഫോർ ഡൊമസ്റ്റിക് ആൻഡ് ഓഫ്ഷോർ ലെൻഡിങ്, അതായത് തദ്ദേശീയമായിട്ടുള്ള സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ ഓഫ്ഷോർ ലെൻഡിങ് എന്ന് പറയുന്നത് പിന്നെ ക്രൂഡ് ഓയിൽ പോലത്തെ ഇൻഡസ്ട്രികൾക്കൊക്കെ എന്ത് ചെയ്തു കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിന് വേണ്ട ഫിനാൻസിങ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന നിലയിലേക്ക് പല സ്ഥാപനങ്ങളും എന്ത് ചെയ്തു അവരുടെ ഓപ്പറേഷൻസ് ഡൈവേഴ്സിഫൈ ചെയ്തു. ഇനി ഇതിൽ പറയാനുള്ള രണ്ടാമത്തെ കാറ്റഗറി, അതായത് നമ്മൾ ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറഞ്ഞു. ഇതിന് അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലാത്ത നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളെ കുറിച്ചാണ് ഇനി നമ്മൾക്ക് ചർച്ച ചെയ്യാനുള്ളത്. അതായത് 1980s എന്താണ് ഏറ്റവും കൂടുതൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ഏറ്റവും കൂടുതൽ എക്സ്പാൻഡ് ചെയ്ത ഒരു കാലഘട്ടമാണ് 1980s എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു പ്രൊവൈഡ് അവന്യൂസ് ഫോർ ഡെപ്പോസിറ്റേഴ്സ് ടു ഹോൾഡ് അസെറ്റ്, അവരുടെ അസെറ്റ് ഹോൾഡ് ചെയ്യാനുള്ള പിന്നെ ഒരു അവന്യൂ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നഷ്ടം വന്നാലും അവരെ എങ്ങനെയെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റ് റേറ്റിൽ മറ്റ് മാറ്റങ്ങളൊക്കെ വരുത്തി പേയ്മെൻറ്റ് ഷെഡ്യൂളിലൊക്കെ മാറ്റങ്ങൾ വരുത്തി അവരെ താങ്ങി നിർത്തുക എന്നുള്ളതാണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളുടെ ഉദ്ദേശം. പ്രൊവൈഡ് അവന്യൂ ഫോർ ബോറോവേഴ്സ് ടു എൻഹാൻസ് ദ സ്കെയിൽ ഓഫ് ഫണ്ടിങ് ഓഫ് ദെയർ ആക്ടിവിറ്റീസ്. അതായത് ബോറോവേഴ്സ് എന്ന് പറഞ്ഞാൽ കടം വാങ്ങുന്ന ആൾക്കാർ, അവരെ കൂടുതലായിട്ട് എന്ത് ചെയ്യുക പ്രൊമോട്ട് ചെയ്ത് അവർ ഈ പറഞ്ഞ മാതിരി തിരിച്ചടവിലും മറ്റും കാര്യങ്ങളും അവരുടെ ഫണ്ടിങ് ആക്ടിവിറ്റീസിലൊക്കെ എന്ത് ചെയ്യുക മാറ്റങ്ങൾ വരുത്താൻ ഇവർ സഹായിക്കുന്നുണ്ട്. അതിൽപ്പെട്ട കുറച്ച് സംഗതികളാണ് എക്യുപ്മെൻറ്റ് ലീസിങ്, ഹയർ പർച്ചേസ്, ലോൺസ്, ഇൻവെസ്റ്റ്മെൻറ്റ്, മ്യൂച്വൽ ബെനിഫിറ്റ്, ചിറ്റ് ഫണ്ട് ആക്ടിവിറ്റീസ്. അതായത് ഇത്രയും സംഗതികളിലാണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികൾ എന്ത് ചെയ്യുന്നത് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. എക്യുപ്മെൻറ്റ് ലീസിങ്, അതായത് നമുക്ക് സ്വന്തമായിട്ട് മെഷീനറി വാങ്ങാൻ കഴിവില്ലെങ്കിൽ കമ്പനികൾ എന്ത് ചെയ്യും ലീസിന് സാധനങ്ങൾ തരും, അതായത് എക്യുപ്മെൻറ്റ്സ് തരും. ഹയർ പർച്ചേസ്, നമുക്ക് പിന്നെ ലീസ് എന്ന് പറഞ്ഞാൽ ഇത്ര സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക ഒരു സാധനം വാടകയ്ക്ക് എടുക്കുക, അതിന് നമ്മളൊരു ഒരു സം എമൗണ്ട് നമ്മൾ ആദ്യം അടയ്ക്കും, എന്നിട്ട് മെഷീനറി തിരിച്ചു കൊടുക്കുമ്പോൾ സാധനം തിരിച്ചു തരിക, അതായത് ലീസ് എന്ന് പറയുന്നത്. ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പിന്നെ കടകളിൽ വാടകയ്ക്ക് എടുക്കുന്ന സംവിധാനത്തെയാണ് ഹയർ പർച്ചേസ് എന്ന് പറയുന്നത്. ലോൺസ് എന്ന് പറഞ്ഞാൽ ഈ സാധനം വാങ്ങിക്കാൻ മെഷീനറി പോലത്തെ സംഗതികളൊക്കെ വാങ്ങിക്കാൻ നമുക്ക് പണമായിട്ട് തരും. മറ്റൊന്ന് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, നമ്മുടെ കയ്യിലുള്ള എക്സസ് എമൗണ്ട് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം ഇൻവെസ്റ്റ് ചെയ്ത് അവരത് വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെ മ്യൂച്വൽ ബെനിഫിറ്റ്സ്, രണ്ട് കൂട്ടർക്കും ബെനിഫിറ്റ് ആവുന്ന രീതിയിലുള്ള പിന്നെ സഹായ സഹകരണങ്ങൾ. ചിറ്റ് ഫണ്ട് ആക്ടിവിറ്റീസ്, ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു സംഗതിയാണ് ചിറ്റ് ഫണ്ട് ആക്ടിവിറ്റീസ്. അതായത് നമ്മൾ ചെറിയ വരുമാനങ്ങളൊക്കെ കൊടുത്ത് നമ്മളെ കയ്യിൽ നിന്ന് ഡേ ടു ഡേ കിട്ടുന്ന ചെറിയ വരുമാനങ്ങളൊക്കെ കൊടുത്ത് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ആഴ്ചയിലോ മാസത്തിലൊക്കെ എന്ത് ചെയ്യുക ഒരു ചിറ്റിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, എന്നിട്ട് അതൊരു ലംസം എമൗണ്ട് ആയിട്ട് ഇത്ര പർട്ടിക്കുലർ വർഷത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു അവസാനം നമുക്ക് ഒരു ലംസം എമൗണ്ട് ആയിട്ട് തിരിച്ച് കിട്ടുന്ന ഒരു സർവീസ്. അതിൽ NBFCs എന്ന് പറയുന്നതാണ് ഈ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് എക്സ്റ്റെൻഡഡ് ദെയർ ആക്ടിവിറ്റീസ് ഇൻ ദ ഏരിയ ഓഫ് ഹൗസിംഗ് ഫിനാൻസ്. അവർ വളരും തോറും എന്ത് ചെയ്തു
പുതിയ പുതിയ മേഖലകളിലേക്ക്, അതായത് ഹൗസിംഗ് ഫിനാൻസ് പോലത്തെ സംവിധാനത്തിലേക്കൊക്കെ എന്ത് ചെയ്തു, NBFC വരാൻ തുടങ്ങി. ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റ് റിഫ്ലക്ട്സ് ഇൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ്. അവർ ഏറ്റവും കൂടുതൽ, അതായത് ചിറ്റ് ഫണ്ട്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്താ പറയുക സേവിങ്സൊക്കെ അവരെന്ത് ചെയ്തു, മ്യൂച്വൽ ഫണ്ട്സിലേക്ക് അവർ കൂടുതലായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് ഇങ്ങനെ വളരെ ദൂരം അവരെന്ത് ചെയ്തു, മ്യൂച്വൽ ഫണ്ടിലേക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. ദേ എനേബിൾഡ് സൈസബിൾ മൊബിലൈസേഷൻ ഓഫ് ഫിനാൻഷ്യൽ സർപ്ലസസ് ഓഫ് ദ ഹൗസ് ഹോൾഡ്സ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ്. അതായത് ഇവരെന്ത് ചെയ്തു, പതുക്കെ ഇതിലുള്ള ആൾക്കാരുടെ സേവിങ്സ്, ചെറിയ ചെറിയ സേവിങ്സ്, ഫിനാൻഷ്യൽ സർപ്ലസ് എന്ന് പറയുന്നത് സേവിങ്സ് ആണ്. ഈ സേവിങ്സിനൊക്കെ എന്ത് ചെയ്തു, മൊബിലൈസ് ചെയ്തിട്ട് ഈ ഹൗസ് ഹോൾഡ്സിലുള്ള എന്താ പറയുക വീട്ടമ്മമാർ അങ്ങനത്തെ ആൾക്കാരുടെയൊക്കെ എന്താണ് ചെറിയ ചെറിയ സേവിങ്സുകളൊക്കെ അവർ ഫിനാൻഷ്യൽ സർപ്ലസ് എന്ത് ചെയ്തു, ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മൊബിലൈസ് ചെയ്യൽ തുടങ്ങി. അതായത് ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് മൊബിലൈസ് ചെയ്തിട്ട് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി, അത് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അതിൽ നിന്നും പ്രോഫിറ്റബിൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് ബിക്കം എൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഫിനാൻസിങ് കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അങ്ങനെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സിന് ഫൈനാൻസ് ചെയ്യാനുള്ള ഒരു സോഴ്സായി മാറി. ഓക്കെ, അതാണ് NBFCൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. മൂന്നാമത് പറയാനുള്ളത് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. മ്യൂച്വൽ ഫണ്ട്സ് നമ്മളൊക്കെ കേട്ടതാണ്. എന്താണ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞത്? ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഡെബിറ്റ് സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, 2003 UTI വാസ് ബ്രോക്കൺ ഇൻ ടു 2 സെപ്പറേറ്റ് എൻറ്റിറ്റീസ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ UTI, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് 2003 എന്ത് ചെയ്തു, രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തു. രണ്ട് എൻറ്റിറ്റി ആയിട്ട് തന്നെ സെപ്പറേറ്റ് ചെയ്തു. ഒന്ന് സ്പെസിഫൈഡ് അണ്ടർടേക്കിംഗ് ഓഫ് UTI അണ്ടർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നേരിട്ട് നടത്തുന്ന ഒരു UTIയുടെ എന്താ പറയുക സ്പെസിഫൈഡ് അണ്ടർടേക്കിങ്സും, രണ്ടാമത്തത് UTI മ്യൂച്വൽ ഫണ്ട് ലിമിറ്റഡ് ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തത്. അതായത് സെബിയുടെ അണ്ടറിൽ UTI ഒരു പോർഷൻ എന്ത് ചെയ്തു, UTI മ്യൂച്വൽ ഫണ്ടായിട്ട് കമ്പനി ലിമിറ്റഡായിട്ട് രജിസ്റ്റർ ചെയ്തു. അതിന് സ്പോൺസർ ചെയ്യുന്നത്, അതായത് ഈ UTI മ്യൂച്വൽ ഫണ്ടിനെ സ്പോൺസർ ചെയ്യുന്നത് SBI, PNB, BOB ആൻഡ് LIC പോലത്തെ വലിയ വലിയ സ്ഥാപനങ്ങളാണ്, അതായത് പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഫങ്ഷൻ ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ട് റെഗുലേഷൻസിൻ്റെ അണ്ടറിലാണ്. അതായത് മ്യൂച്വൽ ഫണ്ട് റെഗുലേഷൻ ആക്ടിൻ്റെ അണ്ടറിലാണ് ഈ UTI മ്യൂച്വൽ ഫണ്ട് ആക്ട് ചെയ്യുന്നത്. അതിൽ 3 സ്കീമുകളാണ് അവർ കൊടുക്കുന്നത്. ഒന്ന് ഇൻകം ഓർ ഡെബിറ്റ് ഓറിയൻറ്റഡ് സ്കീം, 2 ഇക്വിറ്റി ഓർ ഗ്രോത്ത് ഓറിയൻറ്റഡ് സ്കീം, 3 ബാലൻസ്ഡ് സ്കീം. ഇതിൽ ഈ പറഞ്ഞ മാതിരി ഏകദേശം 2003 ഡിവൈഡ് ചെയ്തതിന് ശേഷം 2007 ഏകദേശം 755 മ്യൂച്വൽ ഫണ്ട് സ്കീമുകളാണ് UTIയിൽ ഉണ്ടായിരുന്നത്. അതിൽ 450 ആദ്യം പറഞ്ഞ ഇൻകം ഓർ ഡെബിറ്റ് ഓറിയൻറ്റഡ് സ്കീമും, 267 ഇക്വിറ്റി ഓർ ഗ്രോത്ത് ഓറിയൻറ്റഡ് സ്കീമുകളും, 38 ബാലൻസ്ഡ് സ്കീമുകളുമാണ് ഉണ്ടായിരുന്നത്. പിന്നെ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ എന്ത് ചെയ്തു, വീണ്ടും 163 സ്കീമുകൾ കൂടി അതിലേക്ക് ആഡ് ചെയ്തു. അതിൽ 125 ഇൻകം ഓർ ഡെബിറ്റ് ഓറിയൻറ്റഡ് സ്കീമുകളാണ്, ബാക്കി ബാലൻസ്ഡ് സ്കീമുകളുമാണ്. ഓക്കെ, ഇത്രയാണ് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. നെക്സ്റ്റ് 4ാമത്തെ കാറ്റഗറി ഓൺലൈൻ ട്രേഡിംഗ് ആണ്. ഇൻട്രൊഡക്ഷൻ ഓഫ് ഓൺലൈൻ ട്രേഡിംഗ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും വലിയ ചുവടുവെപ്പ് എന്ന് പറയുന്നത് ഈ ഓൺലൈൻ ട്രേഡിംഗ് ആണ്. മനസ്സിലായില്ലേ? അതായത് ആൾക്കാർക്ക് സൗകര്യാർത്ഥം വീട്ടിൽ നിന്ന് സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് നടത്താനുള്ള സംവിധാനം. വൺ ഓഫ് ദ ബോൾഡ് സ്റ്റെപ്പ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഇത് ഓൺലൈൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതായത് എന്താണ് ഓൺലൈൻ ട്രേഡിംഗ് നോക്കാം. ഇക്വിറ്റി ഡെറിവേറ്റീവ് മാർക്കറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് മൈൽ സ്റ്റോൺ. അതായത് സ്റ്റോക്ക് മാർക്കറ്റും ഇക്വിറ്റി ഡെറിവേറ്റീവ് മാർക്കറ്റുമാണ് എന്ത് മറ്റൊരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്. ഇറ്റ് ഓഫേഴ്സ് ന്യൂ സെറ്റ് ഓഫ് വെഹിക്കിൾസ് ഫോർ റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് ഫോർ സ്പെക്കുലേഷൻ ടു ഓൾ എക്കണോമിക് ഏജൻറ്റ്സ് ഇൻ ദ കൺട്രി. രാജ്യത്തെ എല്ലാ എക്കണോമിക് ഏജൻസും, അതായത് ഇങ്ങനെ ഷെയർ ട്രേഡ്, ബോൺസ്, ഡിബഞ്ചേഴ്സ് ഒക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുടെ എക്കണോമിക് ഏജൻസിൻ്റെ സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഊഹക്കച്ചവടത്തിന് ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു സ്ഥാപനമാണ് ഓൺലൈൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്, ഒരു സംവിധാനമാണ് ഓൺലൈൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതിന് പുറമെ ഇവരെന്ത് ചെയ്തു, റിസ്ക് മാനേജ്മെൻറ്റിനും സ്പെക്കുലേഷനും പുതിയ സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തു. അതായത് എങ്ങനെയൊക്കെ സ്പെക്കുലേഷൻ നടത്താം, എപ്പോഴൊക്കെയാണ് റിസ്ക് മാനേജ്മെൻറ്റ് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യണം എന്നുള്ളതൊക്കെ അവർ കൃത്യമായി പറയാൻ തുടങ്ങി. അങ്ങനെ
ഈ ഓൺലൈൻ ട്രേഡിംഗ് ആണ് റാപ്പിഡ് ഗ്രോത്ത് ഇൻഡിക്കേറ്റ്സ് വൈറ്റാലിറ്റി ആൻഡ് സോഫിസ്റ്റിക്കേഷൻ ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സെക്ടർ. അതായത് ലോകം ആകർഷിച്ചു തുടങ്ങിയ തന്നെ ഈ ഓൺലൈൻ ട്രേഡിംഗ് വന്നതിന് ശേഷമാണ്. അതായത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സെക്ടറിലേക്ക് പെട്ടെന്ന് വളർച്ച, ഓൺലൈൻ ട്രേഡിംഗ് വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, ഫിനാൻഷ്യൽ സെക്ടർ വളരാൻ തുടങ്ങി. അതുപോലെ തന്നെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്തു, രാജ്യം പെട്ടെന്ന് തന്നെ ഫിനാൻഷ്യൽ സെക്ടറിൽ വൻ ഡെവലപ്മെൻറ്റുകൾ സാധിച്ചു. അതുപോലെ തന്നെ മറ്റൊരു പോയിൻ്റാണ് സക്സസ്ഫുൾ മാർക്കറ്റ് ഡിസൈൻ എക്സ്റ്റെൻഡഡ് ഫ്രം ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് കറൻസി ടു കമ്മോഡിറ്റീസ് ആൻഡ് ബുള്ളിയൻ. അതായത് ഫസ്റ്റ് ഷെയർ ട്രേഡിംഗ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നിരുന്നത് ഇൻട്രസ്റ്റ് റേറ്റും പിന്നെ കറൻസിയായിരുന്നു, മനസ്സിലായല്ലേ. പിന്നീട് ഇങ്ങനത്തെ സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജിയും നല്ല മാർക്കറ്റ് ഡിസൈനിങ് ഒക്കെ വന്നതോടുകൂടി എന്തായി, ഈ ഇൻട്രസ്റ്റ് റേറ്റും കറൻസിയുടെ ഒപ്പം കമ്മോഡിറ്റീസ് ആൻഡ് ബുള്ളിയൻ, ഫോറിൻ കറൻസീസും മറ്റു ഗോൾഡ് അടക്കം ഏതിൽ വരൽ തുടങ്ങി, ഈ ഓൺലൈൻ ട്രേഡിങ്ങിൽ വന്നു തുടങ്ങി. ലാസ്റ്റ് 3 ഇയർ ബഡ്ജറ്റ്സിൽ എന്താണ്, ഈ ഓൺലൈൻ ട്രേഡിങ്ങിന് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫിനാൻഷ്യൽ സെക്ടറിൽ ഏറ്റവും കൂടുതൽ റീഫോംസ്, ലാർജർ ആൻഡ് വൈഡർ റെഫറൻസ് ടു റീഫോംസ് ഇൻ ദ ഫിനാൻഷ്യൽ സെക്ടർ. ഫിനാൻഷ്യൽ സെക്ടറിൽ ഏറ്റവും കൂടുതൽ ഈ ലാസ്റ്റ് 3 വർഷങ്ങളായിട്ടാണ് എന്ത് റീഫോംസും ലാർജർ ആൻഡ് വൈഡർ റെഫറൻസസ് ഒക്കെ നടക്കുന്നത്, മനസ്സിലായില്ലേ. ലാസ്റ്റ് RBI വാസ് എക്സ്റ്റെൻഡഡ് ബൈ ദ അമെൻമെൻറ്റ്സ് ഓഫ് സെക്യൂരിറ്റി കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് ആൻഡ് എനാക്ട്മെൻറ്റ് ഓഫ് ഫെമ ആക്ട്. ഫെമ എന്ന് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്. ഓക്കെ, അതാണ് ഈ ഓൺലൈൻ ട്രേഡിംഗ് വന്നതിന് ശേഷം RBI എന്ത് ചെയ്തു, സെക്യൂരിറ്റി കോൺട്രാക്ട് റെഗുലേഷൻസ്, അതായത് ഇങ്ങനത്തെ ഈ കോൺട്രാക്ട്സ്, ഫ്യൂച്ചർ, സ്വാപ്പ് ഇങ്ങനത്തെ സംവിധാനങ്ങളിലൊക്കെ എന്ത് ചെയ്തു, പുതിയ സെക്യൂരിറ്റി കോൺട്രാക്ട് റെഗുലേഷൻ ആക്ടുകൾ കൊണ്ടുവന്നു. അതായത് സേഫ്റ്റിക്ക് വേണ്ടി, ബയ്യറുടെയും സെല്ലറുടെയും സേഫ്റ്റിക്ക് വേണ്ടി എന്താണ് സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻസ് ആക്ട് വന്നു. അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് വന്നു. അതായത് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് നടക്കണമെങ്കിൽ ഈ ഫെമ ആക്ട് പ്രകാരം ഈ ഓർഗനൈസേഷൻ അറിയാതെ നമുക്കൊരു സംഗതി, ഇന്ത്യയിലേക്ക് ഒരു കറൻസിയും വരില്ല, വന്ന കറൻസി തിരിച്ചു പോകണമെങ്കിൽ ഇവരുടെയൊക്കെ ഒബ്സർവേഷനിലൂടെ മാത്രമേ പോവുള്ളൂ. സോ അല്ലേ, ഇതൊക്കെ വന്നതെന്താണെന്ന് വെച്ചാൽ രാജ്യത്തെ കറൻസിയുടെ സെക്യൂരിറ്റിക്കും അതുപോലെ തന്നെ സെക്യൂരിറ്റീസ്, ഷെയർസ്, ഡിവെഞ്ചേഴ്സ് ഒക്കെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സെല്ലേഴ്സിൻ്റെയും ബയ്യേഴ്സിൻ്റെയൊക്കെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഇനി ഓൺലൈൻ ട്രേഡിംഗ് വന്നതോടുകൂടിയാണ് RBI എന്ത് ചെയ്തു, ഇങ്ങനത്തെ സെക്യൂരിറ്റി കോൺട്രാക്ട് റെഗുലേഷൻ ആക്ടും എനാക്ട്മെൻറ്റ് ഓഫ് ഫെമ ആക്ടും നടത്തിയത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ പാർട്ട് 2 ചർച്ച ചെയ്യുന്നത്. ഇതിൽ പറഞ്ഞ വീക്ക്നെസ് ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.